പിന്നെ പിന്നെ ഒളിഞ്ഞ് നോക്കിയിരുന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആരെക്കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾക്ക് അറിയോ? അറിയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ഓണം ആഘോഷിക്കാറില്ല, കൂപ്പൺ തരേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലേ പറഞ്ഞു. ബാക്കിയുള്ളത് നിങ്ങൾ ക്രിസ്മസിന് കൂപ്പൺ തന്ന് ക്ഷണിക്കാൻ വരില്ലേ? അപ്പോൾ എനിക്ക് ഫോണിൽ എന്താ വെച്ചാൽ ഡയറക്റ്റ് എന്തെങ്കിലും സംസാരിക്കാൻ അറിയാം. ഉള്ള കാര്യം നിങ്ങൾ ആരെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല ചോദിക്കുമ്പോൾ. ഉള്ള കാര്യം നിങ്ങൾക്ക് എന്താ ഉണക്ക പൂക്കളാക്കി വെച്ചൊക്കെയാണ്. ജീവനുള്ള പുഷ്പങ്ങളെ പൂക്കളെല്ലാം കൊണ്ടുവന്നിട്ട് അതിനെ ഉണക്ക പറിച്ചെടുത്തിട്ട് അതിന് ജീവൻ കളഞ്ഞിട്ട് വഴിയിൽ കൊണ്ടുവച്ചൊക്കെയാണ്. ചകഞ്ഞെടുത്ത് എല്ലാം കൂടി ഛർദ്ദിച്ച് കളയണം, ഛർദ്ദിപ്പിച്ച് വെച്ചിക്കാണ്. ഛർദ്ദിക്ക് ജീവനുണ്ടാവോ? എന്നിട്ട് പൂക്കളെല്ലാം കൂടി ഉണങ്ങുമ്പോൾ എല്ലാം കൂടി എടുത്ത് കളയും. എന്നിട്ട് വേസ്റ്റ് റോമൻ കാത്തലിക്സ് ക്രിസ്ത്യാനികളാണാവോ? ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കണോ? ഇതിനേക്കാളും വലിയ മണ്ടത്തരം വേറെ ഉണ്ട്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഹിജടകളായാലും ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാം. 20 വർഷം പരീക്ഷയിൽ പൊട്ടിയെന്ന് പറഞ്ഞിട്ട് 0 മാർക്ക് കിട്ടില്ല, 96 82 മാർക്ക് കിട്ടുമ്പോൾ ഞാനും എൻ്റെ 20 വർഷം കുളിക്കാണ്ട് ബോധമില്ലാണ്ട് കിടക്കാം. അപ്പം നിങ്ങൾ ആണും പെണ്ണും എന്നൊക്കെ പറയുമോ? ഹിജടാന്ന് പറയുമോ? എടാ നിന്റെ തന്ത വരെ അരന്നൊട്ടി ചത്തു. കൊടവയറന്മാർ ജീവനുള്ള പുഷ്പങ്ങളെ ഉണക്ക പുഷ്പങ്ങളാക്കിയിട്ട് ഒരു പൂക്കൾ ഉണ്ടാക്കിയിട്ട് ഛർദ്ദിച്ച പോലെ ഉണ്ടാക്കി വെച്ചൊക്കെയാണ് കള്ള് കുടിച്ച് ഡ്രഗ്സ് നടക്കണവർ. ചോദിച്ചു കഴിഞ്ഞാൽ ആരെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മുമ്പ് കണ്ട് സംസാരിച്ച് പരിചയമുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. ഞങ്ങൾ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളത് പറഞ്ഞാൽ പരിചയമില്ല. അപ്പം നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം. ചോദിക്കുമ്പോൾ നിങ്ങൾ വിഡ്ഢികളാണെന്ന് അറിയാം. എൻ്റെ തന്തി തള്ളയ്ക്ക് വരെ അവർക്കറിയാം കാര്യം എന്താണെന്ന്. ഇല്ല ചോദിച്ചു കഴിഞ്ഞാൽ അവരുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നേ പറയുള്ളൂ. ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ രീതിയിൽ വന്ന് സംസാരിക്കില്ലല്ലോ, ഇത്ര നാളേക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇല്ല എന്ന് പറഞ്ഞ് പോയി. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സോണി സണ്ണികൾ സ്വന്തം തന്തായിരുന്നു കുട്ടി ചത്തിട്ട് ഇനിയും ചാവാൻ കിടക്കണ്ടെന്ന് അറിയാം. പുനർജന്മം ഇല്ലാത്ത എന്തൊക്കെ വെഡിത്തം. ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി അല്ലാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തു. ശരിക്കുള്ളവൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കില്ല. ഡ്രഗ് അടിച്ച് നടക്കാരുടെ കൂടെ ഇരിക്കും. ഡ്രഗ് അടിച്ച് നടക്കുന്ന സ്ത്രീകൾ, ഡ്രഗ് അടിച്ച് ഓണാഘോഷിക്കണ ആണുങ്ങൾ, ഡ്രഗ് അടിച്ച് നടക്കുന്ന ഹിച്ചടകൾ, ഡ്രഗ് അടിച്ച് നടക്കുന്ന പിള്ളേർ വരെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഉള്ള കാര്യം നിങ്ങൾ ചോദിച്ച് കാര്യം സംസാരിക്കാൻ വന്നാൽ അത് നിങ്ങൾക്ക് അറിയില്ല. എന്നെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാനിയായിട്ട് ചാവാം അല്ലേ? നിങ്ങൾ ട്രക്ക് അടിച്ചു പിടിച്ച് നടക്കണവരുടെ എല്ലാ രീതിയും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം തമ്മിൽ നിങ്ങൾ എന്തായാലും വെട്ടിത്തോപ്പിക്കണമെന്ന് അല്ലേ? എന്നെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മനിയും കുഞ്ഞൊക്കെ ആയിരുന്നു തൊട്ട് ചത്തല്ലേ, അവരെക്കുറിച്ച് ഞാൻ നന്നായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മണ്ടന്മാരെയാണ് ഫോളോ ചെയ്യുന്നത്. ശരിക്കുള്ളവർ പറഞ്ഞു തന്നാൽ അല്ലാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല. ഞാൻ ആരെക്കുറിച്ച് അല്ലാണെന്ന് ഞാൻ പറയാൻ പോയിട്ടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക, അതാണ് അല്ലേ? അല്ലാണെന്ന് പറയുന്നതൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെക്കുറിച്ച് പറയണമെന്ന് വെച്ചാൽ അതറിയില്ല. നിങ്ങൾ സാധാരണ അവനോട് ഉണ്ട് പോയി സംസാരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല. പിന്നെ സംസാരിക്കാം അവർ തന്ത തള്ള എന്തെങ്കിലും പറയും, നമുക്ക് സംസാരിക്കണ്ടെന്നാലും പറയാറ്. നിങ്ങൾ ഇതൊക്കെ മുമ്പേ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ മുമ്പേ പറഞ്ഞത് ഇപ്പോഴും നടക്കണത്. അവരവിടെ ഉണ്ട് പോയി സംസാരിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ആവാം ഡ്രഗ് അടിച്ച് നടന്ന് നിങ്ങൾ ചത്ത് കഴിഞ്ഞാലും പറയും പിന്നെ ആവാം എന്ന്. നിങ്ങൾ ചത്ത് കഴിഞ്ഞാലേ നിങ്ങൾ പറയും പിന്നെ ആവാം. അപ്പം നിങ്ങളെ വിഷയമെല്ലാം ചെയ്യും. നിങ്ങൾ ആണാണോ, നിങ്ങൾ പെണ്ണാണോ, എല്ലാം നിങ്ങൾക്ക് ഒളിഞ്ഞ് നോക്കേണ്ട എല്ലാം അറിയാം. ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. നിങ്ങളെ ലിബിയരാണ്, നിങ്ങൾ ഹിജടകളാണോ, നിങ്ങൾ ശിഖണ്ഡികളാണോ? ഉള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞ് സാധാരണ രീതി സംസാരിക്കാറില്ല. ഇതാണ് കുറച്ച് സംസാരിക്കാറില്ല. അതുകൊണ്ട് അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ സാധാരണ രീതിയിൽ വന്ന് സംസാരിക്കില്ലല്ലോ. ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരില്ല ഞങ്ങൾ വന്ന് പിന്നെ ആവാം ബെല്ലടിച്ച് കഴിഞ്ഞാൽ പാല് തുറക്കുമ്പോൾ ആരും കുറിച്ച് പറയണമെന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല. ഞങ്ങൾ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ മുമ്പ് കണ്ട് സംസാരിച്ച് പരിചയമില്ലല്ലോ, എനിക്ക് ഞങ്ങൾ അറിയില്ലല്ലോ. ഇവിടെ ഞാൻ ഇന്നലെ മുമ്പ് വന്നിട്ടുള്ളൂ, ഞാൻ വന്നിട്ടുള്ളൂ. മുമ്പ് കണ്ട് സംസാരിച്ച് പരിചയമില്ലല്ലോ. ഇവിടെ ആരെ കുറിച്ച് കാടെന്ന് വിളിക്കണം എനിക്ക് അറിയില്ലല്ലോ. അതിനെക്കുറിച്ച് അറിയാം, നിങ്ങൾക്ക് അറിയില്ല. നമുക്ക് മലയാളികൾക്ക് നാണക്കേട്. സാധാരണ രീതി സംസാരിച്ചില്ല. ഹിന്ദി പാരൻസ് ഉണ്ടായതല്ലോ, മലയാളി പാരൻസ് ഉണ്ടായതല്ലേ, അതറിയില്ല. മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സ് എന്താ പറയുമോ? മുസ്ലിംസ് മാമക്കോയ ലോൺ ആഘോഷം നടക്കുന്നത് പറയിപ്പിച്ച് പറഞ്ഞ ഡ്രഗ് കൈയടിപ്പിച്ചിട്ട് മെറ്റലിസ്റ്റിക് ഡയലോഗ്സ്. അപ്പോൾ ഡ്രഗ് അടിച്ച് കുടിച്ചാൽ പുറത്ത് വന്ന് നിന്നാൽ നിങ്ങൾ സാധാരണ രീതിയിൽ ഒളി നോക്കണ്ടെങ്കിൽ സാധാരണ സംസാരിക്കണം. അവനവിടെ ഉണ്ടോയെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടാ? പുറത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ സംസാരിക്കണ്ട. ഞാൻ എപ്പോഴെങ്കിലും വന്ന് സംസാരിക്കണ്ടേ? കണ്ടു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓണം ആഘോഷിക്കാറില്ലേ, ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലേ എന്ന് പറയപ്പോൾ അവിടെ വെച്ച് നിങ്ങൾ തിരിച്ചു പറയണ്ടേ? പേര് വിളിച്ച് അറിയണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണ്ടേ? ഇല്ല. ചോദിച്ചു കഴിഞ്ഞാൽ ആരെക്കുറിച്ച് പറയണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. ഇത് ഷോർട്ട് വീഡിയോ ആണ് അല്ലേ, അതറിയില്ല. പിന്നെ എന്തിനാണ് ഉണ്ടോയെന്ന് ചോദിക്കേണ്ട കാര്യം? നിങ്ങൾ അവർക്ക് ഒളിന്ന് നോക്കണ്ടെങ്കിൽ നിങ്ങളവിടെ ഉണ്ടോയെന്ന് ചോദിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവർക്കൊരു ചിരി വരുന്നുണ്ടോ? നിങ്ങളുടെ വളഞ്ഞ ഹിജട മോദം കണ്ടിട്ട്, ആണും പെണ്ണും കട്ട മോദം കണ്ടിട്ട്, തന്തി തള്ളി ചത്ത ഡ്രഗടിച്ചതിന് മോദം കണ്ടിട്ട് വെറുതെ ആയിരുന്നു കുട്ടി വാങ്ങാൻ പോലും പറയിപ്പിക്കുക. നിങ്ങൾ ഉണ്ടോയെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. അവിടെ വന്ന് പറയുമ്പോൾ നിങ്ങൾ ഒളി നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം. സാധാരണ സംസാരിച്ചോടെ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ അറിയില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞ പോരെ.
മുമ്പ് കണ്ട് സംസാരിച്ച് പരിചയമുണ്ടോ? ഞാൻ ഇന്നലെ ഇവിടെ അവരോട് വന്നുള്ളൂ. സാധാ ഇതിനെ നിങ്ങൾ മനസ്സിലാക്കുക, ചിന്തിക്കുക. അപ്പോൾ അവർ ഇല്ല അവിടെ ഇല്ല എന്ന് പറഞ്ഞുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ സംസാരിക്കില്ല. എവിടെയാണ് ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ പോവാം. നിങ്ങൾ ചത്ത് കഴിഞ്ഞാലും ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നാലും നിങ്ങൾ പറയും പിന്നെ ആവാം പറഞ്ഞാൽ നിങ്ങൾ പുനർജന്മം വരില്ലാത്ത വേസ്റ്റ് പോലെ പൂക്കളുടെ പോലെ ഉണങ്ങി ചത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴും പറയും ആവശ്യമില്ല പിന്നെ ആവാമെന്ന്. നിങ്ങൾ വിപരീതം ചെയ്യരുത്, ശരിക്കുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ വിപരീതം ചെയ്താൽ പഠിച്ചാണ്, ബൈബിളൊന്നും വായിച്ച് ശീലമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ആവാം നടക്കല്ലേ? അപ്പോൾ ഒരു കാര്യമില്ല, നിങ്ങളോട് മാറണം പറഞ്ഞിട്ടൊരു കാര്യമില്ല. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ചോദിച്ച വാക്കുകൾ ഉപയോഗിക്കാണ്ട് കൂടി ആവണം. അത് നിങ്ങൾ ചെയ്യണില്ലല്ലോ. ഹിന്ദി കുട്ടികൾ ഇതുവല്ല പറയോ? മലയാളി MDMA ഇതുവല്ല പറയോ? മലയാളി ചുണ്ണാമ്പ്, മലയാളി പാൻപരാഗ് ഇത് പറയോ? പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ കൂടെ നിന്നിട്ട് പിന്നെയാവാം എന്ന് പറഞ്ഞിരിക്കുന്നത്? എല്ലാത്തിൻ്റെ കൊടവയർ പിടിച്ച ഉണക്ക മോന്തകളുണ്ടല്ലോ, ഡ്രഗ് അടിച്ച് ഡ്രൈ ആയവരുടെ, ഡ്രഗ് അടിച്ച് കുടിച്ച് തലയ്ക്ക് വെളിവില്ലാത്തവർ, വിപരീതം ചെയ്യണവർ, നശ്വരവും നിരീശ്വരവാദവും എല്ലാം ആരാച്ച് ഇല്ലാണ്ടാവണവർ കണ്ടാൽ അറയ്ക്കും. പെട്ടെന്ന് തന്നെ ശവപ്പെട്ടിയിൽ ഭൂമിക്ക് അടിയിലാവുന്നത് നല്ലത്. അവർക്ക് ശവപ്പെട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അവർക്ക്. പിന്നെ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് ബോധമില്ലാണ്ട് ഇരിക്കുന്നതല്ല ദൈവം എന്ന് പറഞ്ഞാൽ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് ബോധമില്ലാണ്ട് നടക്കുന്നതല്ല ദൈവം എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ദൈവങ്ങളല്ല തമ്മിൽ പോലീസ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരു കാര്യം അറിയണ പോലെ സംസാരിക്കണം. ചോദിക്കുമ്പോൾ ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിന് പിന്നാലെ ഡ്രഗ് അടിച്ച് കുടിച്ച് പൂസായി കിടക്കില്ല. അപ്പോൾ നിങ്ങൾ വേറെ ആരെയോ ആരാധിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയണ്ടെങ്കിൽ ഗോഡ് ഞാൻ ഒരു ഗോഡ് എന്ന് പറയുമ്പോഴും ഗോഡ് എന്ന് പറയുമ്പോഴും ഗാഡ് എന്ന് പറയുന്നത് വ്യത്യാസം അറിയില്ലേ? ഗാഡ് ഞാൻ ഗോഡ് എന്ന് പറഞ്ഞാൽ ശരിച്ചാണ്. എങ്ങനെ ഗാഡും ആവണേ? ഗാഡ് അങ്ങനെയാണോ? ഞാൻ ഗോഡെന്നും ഗാഡ് എന്ന് പറയുന്ന വ്യത്യാസം അറിയില്ലേ? കുറെ പെണ്ണുങ്ങളും വിചടകളും കുറെ പുരുഷന്മാരും ഡ്രഗ് അടിച്ച് നടക്കണ പിലിസും അബോർഷൻ.